അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അഡീനിയം അതുപോലെ തന്നെ മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വളത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വീട്ടിൽ അഡീനിയം പൂത്ത് കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അഡീനിയം ഇതുപോലെ നിറഞ്ഞു പൂക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ സാധാരണയായിട്ട് എപ്പോഴും ജൈവവളങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് കിച്ചൺ വേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ കാബേജിൻ്റെ തൊലി, അതുപോലെ തന്നെ മുസമ്പിയുടെ തൊലി, നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയിലൊക്കെ ധാരാളമായിട്ട് പൊട്ടാസ്യം അതുപോലെ തന്നെ NPK ലവണങ്ങളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ചെടികൾ പൂക്കാനും അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല കളർ വെക്കാനൊക്കെ സഹായിക്കും. ഇതിലേക്ക് ഞാൻ അരി കഴുകി എടുത്തിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇതൊരു മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ അരച്ചെടുത്ത ശേഷം ഇതിനെ നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടി അരി കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉള്ളിത്തൊലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസർ ചെയ്യാറുള്ളത്. ഇതിനെ 2 ദിവസം പുളിപ്പിച്ച ശേഷം നമുക്ക് 1 കപ്പ് സ്ലറിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ കടക്കിലൊക്കെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. കുറേ ദിവസം വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കരയും ചേർക്കുക. അതുപോലെ തന്നെ 4 ഇരട്ടിയൊക്കെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കോളിയസ്, അഗ്ലോണിമ അതുപോലത്തെ ഇലച്ചെടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു വളമാണ്. അഗ്ലോണിമയൊക്കെ തൈകൾ നിറയാൻ ഇത് സഹായിക്കും. ഇതുപോലത്തെ സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വളങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്